Hi, my dear ones. Welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്ഷൻ 34 സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആ ഭാഗത്ത് നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. വിച്ച് സെക്ഷൻ ഡിനോട്ട്സ് സെക്യൂറിംഗ് പൊസിഷൻ ഓഫ് റെക്കോർഡ്സ് എക്സെട്ര? ആൻസർ സെക്ഷൻ 34. ഏത് സെക്ഷനിലാണ് റെക്കോർഡ്സുകൾ സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് പറയുന്നത്? സെക്ഷൻ 34 പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2. വാട്ട് ഹാപ്പൻസ് ഇഫ് ഔട്ട്ഗോയിങ് കമ്മിറ്റി മെമ്പേഴ്സ് refuse to hand over records and property of a society? Answer. The new committee or administrator or liquidator or president or secretary may apply to the magistrate with the registrar's sanction to secure them. പുറത്താകുന്ന അല്ലെങ്കിൽ കഴിഞ്ഞു പോകുന്ന കമ്മിറ്റി മെമ്പേഴ്സ് സൊസൈറ്റിയുടെ റെക്കോർഡ്സ് ഹാൻഡ് ഓവർ ചെയ്യുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. അവിടെ ന്യൂ കമ്മിറ്റി അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ലിക്വിഡേറ്റർ, പ്രസിഡൻറ്റ്, സെക്രട്ടറി ഇവയിൽ ആരെങ്കിലും രജിസ്ട്രാറുടെ സാങ്ഷനോടുകൂടി മജിസ്ട്രേറ്റിന് അപ്ലൈ ചെയ്യും, ഇത് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 3. Who can apply to the magistrate to secure records if the custodian refuses to hand over them over? Answer. The new committee, administrator, liquidator, president or secretary with registrar's sanction. സൊസൈറ്റിയുടെ പ്രോപ്പർട്ടീസും രജിസ്റ്റേഴ്സും റെക്കോർഡ്സും കൈമാറാൻ കൂട്ടാക്കുന്നില്ലാത്ത അവസ്ഥയിൽ, അത് സൂക്ഷിച്ചിരിക്കുന്ന ആൾ കൈമാറാൻ കൂട്ടാക്കുന്നില്ലാത്ത അവസ്ഥയിൽ ആരാണ് മജിസ്ട്രേറ്റിന് അത് സൂക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് കൈമാറുന്നതിന് വേണ്ടിയിട്ട് ആരാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്? അത് ന്യൂ കമ്മിറ്റി ആവാം, അഡ്മിനിസ്ട്രേറ്റർ ആവാം, ലിക്വിഡേറ്റർ ആവാം, പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ആകാം. ആരുടെ? രജിസ്ട്രാറുടെ അനുവാദത്തോടു കൂടി ഇവരിൽ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. വാട്ട് പവർ ഡസ് ദ മജിസ്ട്രേറ്റ് ഹാവ് അണ്ടർ സെക്ഷൻ 34 subsection 2? Answer. The magistrate may issue a warrant authorizing a police officer not below sub-inspector to seize society's records and property. സെക്ഷൻ 34 സബ്സെക്ഷൻ 2 പ്രകാരം മജിസ്ട്രേറ്റിനുള്ള പവർ എന്താണ് എന്നുള്ളതാണ്. അതായത് സൊസൈറ്റിയുടെ റെക്കോർഡ്സും സ്വത്തുക്കളും കണ്ടുകെട്ടുന്നതിന് വേണ്ടി ഒരു സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്ന ഒരു വാറണ്ട് മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. Who has the power to take possession of society's records if misuse or negligence is suspected? Answer. The registrar or an officer not below the rank of assistant registrar authorized by him. ദുരുപയോഗമോ അല്ലെങ്കിൽ അശ്രദ്ധയോ സംശയിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ സൊസൈറ്റിയുടെ റെക്കോർഡ്സ് കൈവശപ്പെടുത്താൻ ആർക്കാണ് അവകാശം എന്നുള്ളതാണ്. രജിസ്ട്രാർക്കോ അല്ലെങ്കിൽ അദ്ദേഹം അധികാരപ്പെടുത്തിയ അസിസ്റ്റൻ്റ് രജിസ്ട്രാർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് ഇതിനുള്ള അധികാരം കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. സെക്ഷൻ 34 subsection 4. The registrar or other officer seizing the records and property of a society under subsection 3 shall prepare an inventory of the records and property seized in duplicate with his signature and require the officer, employee or member of the society from whose custody the records and property are seized to affix his signature in witness thereof, and if such officer or employee or member refuses to sign, then the registrar or other officer seizing the records and property shall cause 2 or more persons to sign the inventory as witnesses to the correctness thereof. A copy of the inventory prepared under this section shall be delivered to the officer, employee or member of the society from whose custody the records and property were seized.
സെക്ഷൻ 34(4) പറയുന്നു, സബ്സെക്ഷൻ 3 പ്രകാരം ഒരു സൊസൈറ്റിയുടെ റെക്കോർഡ്സും സ്വത്തുക്കളും പിടിച്ചെടുക്കുന്ന രജിസ്ട്രാറോ അല്ലെങ്കിൽ അദ്ദേഹം അധികാരപ്പെടുത്തിയ അസിസ്റ്റൻ്റ് രജിസ്ട്രാറിൽ കുറയാത്ത റാങ്കുള്ള ഉദ്യോഗസ്ഥനോ ഈ റെക്കോർഡ്സിൻ്റെയും സ്വത്തിൻ്റെയും ഒരു ഇൻവെൻ്ററി പ്രിപ്പയർ ചെയ്ത് അദ്ദേഹം അതിൽ സൈൻ ചെയ്യേണ്ടതാണ്. എന്നിട്ടോ ഈ പിടിച്ചെടുത്ത സൊസൈറ്റിയിലെ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ജീവനക്കാരനോ അംഗമോ, അതായത് സൊസൈറ്റിയിലെ അംഗമോ അതിന് സാക്ഷിയായി ഒപ്പിടേണ്ടതാണ്. എന്നാൽ ഇതിന് വില്ലിങ് അല്ല എങ്കിൽ, ഇങ്ങനെ ഒപ്പിടാൻ വില്ലിങ് അല്ല എങ്കിൽ ഈ ഓഫീസർ 2 അതിലധികമോ വ്യക്തികളെ അതിന് സാക്ഷികളായി ഒപ്പിടാനും പ്രേരിപ്പിക്കേണ്ടതാണ്. ഇനി ഇങ്ങനെ തയ്യാറാക്കിയ ഇൻവെൻ്ററിയുടെ കോപ്പി ആരുടെ കസ്റ്റഡിയിൽ നിന്നാണോ പിടിച്ചെടുത്തത് അദ്ദേഹത്തിനോ അല്ലെങ്കിൽ ജീവനക്കാരനോ സൊസൈറ്റിയിലെ അംഗത്തിനോ ഒരു കോപ്പി കൈമാറേണ്ടതാണ്. നെക്സ്റ്റ് സെക്ഷൻ 34(a) മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അഡോപ്ഷൻ ഓഫ് കോമൺ സോഫ്റ്റ്വെയർ. 1. All cooperative societies shall prepare and keep the books of accounts and financial statements in the form in the generally accepted accounting principle for preparing profit and loss account and balance sheet, which enable double entry bookkeeping system. Next, the registrar shall issue necessary guidelines for installation, maintenance and use of common software to all cooperative societies. Next, a technical cell with a professional and technical team as prescribed shall be established in the office of the registrar in consultation with the government to inspect the security, reliability, data protection and other aspects connected with the software and hardware. സെക്ഷൻ 34(a) ന്യൂ അമെൻമെൻറ്റിൽ വന്നിരിക്കുന്നതാണ്. അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സഹകരണ സംഘങ്ങളും കോമൺ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യണമെന്നുള്ളതാണ്. ഇവിടെ പറയുന്നു, ഒന്നാമതായി എല്ലാ സഹകരണ സംഘങ്ങളും ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുവായി അംഗീകരിക്കപ്പെട്ട അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ ഡബിൾ എൻട്രി സിസ്റ്റം പ്രകാരം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. രണ്ടാമതായി പറയുന്നു, എല്ലാ സഹകരണ സംഘങ്ങൾക്കും പൊതുവായ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും അതിൻ്റെ പരിപാലനത്തിനും വേണ്ടി രജിസ്ട്രാർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതാണ്. മൂന്നാമതായി പറയുന്നത്, സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ എന്നിവയുമായി ബന്ധപ്പെട്ട സുരക്ഷ, വിശ്വാസ്യത, ഡാറ്റ സംരക്ഷണം, മറ്റു കാര്യങ്ങൾ എന്നിവ പരിശോധിക്കുന്നതിനായിട്ട് ഗവൺമെൻറ്റുമായി കൂടിയാലോചിച്ച് നിർദ്ദേശിക്കപ്പെട്ട പ്രൊഫഷണൽ ടെക്നിക്കൽ ടീമുള്ള ഒരു സാങ്കേതിക സെല്ല് രജിസ്ട്രാറുടെ ഓഫീസിൽ സ്ഥാപിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആക്കിയിരിക്കുന്നത് നോക്കാം. രജിസ്ട്രാർ ഓർ ഓഫീസർ സീസിംഗ് റെക്കോർഡ്സ് മസ്റ്റ് പ്രിപ്പയർ ആൻ ഇൻവെൻ്ററി ഇൻ ഡ്യൂപ്ലിക്കേറ്റ് വിത്ത് സിഗ്നേച്ചർ. ഓഫീസർ ഓർ എംപ്ലോയി ഓർ മെമ്പർ ഫ്രം ഹൂസ് കസ്റ്റഡി റെക്കോർഡ്സ് ആർ സീസ്ഡ് മസ്റ്റ് സൈൻ ആൻഡ് വിറ്റ്നസ്. If they refuse to sign, then 2 or more witnesses must sign. A copy of the inventory should be delivered to the concerned officer or employee or member. Next, section 34(a) Maintenance of accounts and adoption of common software. All cooperative societies must keep books of accounts and financial statements as per accepted accounting principles, profit and loss account and balance sheet using double entry system. Registrar issues guidelines for installation, maintenance and use of common software. A technical cell shall be established in the registrar's office to inspect security, reliability, data protection, etc. in consultation with the government. ഇനി കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നോക്കാം. Who was known as the Iron Man of India? Answer, Sardar Vallabhbhai Patel. Next, meaning of enormous. Answer, huge, very big. Next, complete the series.
3, 7, 16, 35, 74 ആൻഡ് ഡാഷ്. ആൻസർ 153. ഇവിടെ ആദ്യത്തെ നമ്പറായ 3നോട് 3 കൂട്ടിയിട്ട് 1 കൂട്ടുമ്പോൾ 7 കിട്ടും. 7നോട് 7 കൂട്ടിയിട്ട് 2 കൂട്ടുമ്പോൾ 16 കിട്ടുന്നു. 16നോട് 16 കൂട്ടി 3 കൂട്ടുമ്പോൾ 35 കിട്ടുന്നു. 35നോട് 35 കൂട്ടി 4 കൂട്ടുമ്പോൾ 74 കിട്ടുന്നു. അടുത്ത സംഖ്യയായ 74, 74നോട് കൂട്ടി 5 കൂട്ടുമ്പോൾ 153 കിട്ടുന്നു. Now your turn to answer. Question number 1. Who was the first Malayali recipient of the Jnanapeetham Award? Next, meaning of impertinent. Next, endability. Next, കണ്ടുപിടിക്കുകയാണ്. EFH is to GHJ. Then MNP is to dash. 2 ദിവസം സുഖമില്ലാത്തതുകൊണ്ട് ക്ലാസ് ഇടാൻ പറ്റിയില്ല. എല്ലാവരും ക്ഷമിക്കണം. നിങ്ങളുടെ ആൻസർ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.